കൃത്യസമയത്ത് സേവനം നൽകാത്തതും അനധികൃത കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നതുമായ വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. സേവനദാതാക്കളുടെ വീഴ്ച മൂലം കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഉപഭോക്താക്കൾക്ക് CPA തിരിച്ചു വാങ്ങിക്കൊടുത്തത് 7000 ഒമാൻ റിയാലാണ്. കൃത്യസമയത്ത് സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നതും അനധികൃത കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വാഹന സ്പെസിഫിക്കേഷൻ പ്രശ്നങ്ങളും ഉൾപ്പെടെ സേവനദാതാക്കളുടെ വീഴ്ച മൂലം കഴിഞ്ഞ ആഴ്ച ഉപഭോക്താക്കൾക്ക് CPA തിരിച്ചു വാങ്ങിക്കൊടുത്തത് 7000 ഒമാൻ റിയാലാണ്. വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് CPA. ദോഫാറിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ 450 ടയറുകൾ പിടിച്ചെടുത്തിരുന്നു. കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചതിന് സൗത്ത് ബാത്തിനിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിലെ അധികൃതർക്ക് തടവും 1000 ഒമാൻ റിയാൽ പിഴയും വിധിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറ്റിൽ കോസ്മെറ്റിക് ഷോപ്പുകളിൽ പരിശോധന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബിദിയയിൽ 2 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി 20ഓളം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മുദൈബിയിൽ നിരവധി നിയമലംഘനങ്ങളും 34 ഇനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ഇബ്രയിൽ 8 സ്ഥാപനങ്ങൾ പരിശോധിച്ച് 86 യൂണിറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടിച്ചെടുത്തു. അതേസമയം ബിസിനസ് വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കത്തിലെ വാണിജ്യ ഔട്ട്ലെറ്റുകളിലേക്ക് QR കോഡുകൾ വിതരണം ചെയ്യുന്ന പുതിയ സംരംഭവും CPA തുടക്കമിട്ടിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്.